ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാപ്രവചനം 38 അധ്യായം അതിന്റെ 2 വാക്യം. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രതികൂലമായ ഒരു സാഹചര്യം വന്നപ്പോൾ, മരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഹിസ്കിയാവ് താനായിരുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തി ദൈവമുഖത്തേക്ക് നോക്കി വിടുതൽ പ്രാപിച്ച ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് യെശയ്യാപ്രവചനം 38 അധ്യായം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ കേട്ടിട്ട് നടക്കയില്ല എന്ന് ചിലർ പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ച ചില വാക്കുകൾ കേട്ടിട്ട്, മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നുള്ള ചില വാക്കുകൾ കേട്ടിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുൻപോട്ട് ഇറങ്ങിയിട്ട് അത് സാധ്യമാകത്തില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നിങ്ങൾ പിന്മാറിപ്പോയവരാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ സാഹചര്യത്തിനകത്ത് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് അധിക സമയം വേണ്ട. ദൈവം നമുക്കായി പ്രവർത്തിക്കണമെങ്കിൽ ഹിസ്കിയാവ് ചെയ്തതുപോലെ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും കുറവുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവമുഖത്തേക്കൊന്ന് നോക്കിയാൽ, എത്ര കഠിനമേറിയ പ്രതികൂലമാണെങ്കിലും ദൈവത്താൽ അത് മാറ്റി നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹിസ്കിയാവ് കേട്ടത് മരണവാർത്തയാണ്. പക്ഷെ അതിന്റെ മുമ്പിൽ തളർന്നു പോയില്ല, അതിന്റെ മുമ്പിൽ താൻ പതറിപ്പോയില്ല. ഒരു ദൈവവൈതലിന് വേണ്ട ഒരു പ്രധാന ക്വാളിറ്റിയാണ്, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം പതറിപ്പോകാൻ പാടില്ല. വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിന് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത് മനസ്സിലാകുമ്പോൾ, താൻ വളരെ വെപ്രാളം കാണിച്ചാൽ അത് വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ വലിയൊരു പ്രതികൂലമാണ് തന്റെ മുൻപിൽ ഉള്ളെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, തന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ശാന്തമായി ആ വിഷയത്തിന്മേൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ തനിക്ക് മാത്രമല്ല, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും രക്ഷപ്പെടുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കെതിരായി ഉയർന്നു വരുന്ന ചില പ്രതികൂലമായ സാഹചര്യത്തിന്റെ ധ്വനികൾ കേട്ട് തളർന്നിരിക്കുന്നവരാണോ നിങ്ങൾ? ചില പരീക്ഷകൾ എഴുതി നിങ്ങൾ തോറ്റിരിക്കുന്നു, ചില ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് അത് കിട്ടാതിരിക്കുന്നു, ചില ലോണ്, ചില സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പലരോട് ചോദിച്ചിട്ടും നിങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണോ? ഒരു വീടില്ലാത്ത നിങ്ങൾ ഒരു വീട് പണിയുവാൻ ആഗ്രഹിച്ചിട്ടും അത് പണിയുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്തൊരു ഞെരുക്കമുണ്ട്, അതിനൊരു വിശാല വരുത്തുവാൻ വേണ്ടി ഒരു റൂം ഇറക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ പലതും ആഗ്രഹിച്ചിട്ടും അത് നടക്കാത്ത ഞെരുങ്ങിയ ഒരു അനുഭവമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, അനുദപിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് വരുന്നുവെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ഹിസ്കിയാവ് അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രു ചില വരച്ചിട്ട് നാം അതിനപ്പുറം കടക്കുവാൻ കഴിയത്തില്ല എന്ന് നമ്മുടെ ഹൃദയത്തെ നോക്കി, നമ്മുടെ മുഖത്ത് നോക്കി ശത്രു വാദിക്കുമ്പോൾ പൗലോസ് പറഞ്ഞൊരു വാക്ക്, ഉരുവിട്ടുകൊണ്ട് മുൻപോട്ട് പോകുക, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. പ്രിയ ദൈവമൈതലേ, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാൻ നമുക്ക് സാധിക്കും. ഹിസ്കിയാവ് പ്രാർത്ഥന കൊണ്ടും ധൈര്യം കൊണ്ടും തന്റെ മുൻപിൽ വന്ന പ്രതികൂലത്തെ ജയിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം നമുക്കും പ്രാർത്ഥിക്കാം, ധൈര്യപ്പെടാം, വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം. എല്ലാ പ്രതികൂലങ്ങളും ദൈവം മാറ്റും, നമ്മുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കും, നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സഫലമാക്കും. നീ കണ്ണുനീരോടെ വിതയ്ക്കുക, ആർപ്പോടെ കൊയ്യും. ഇന്ന് പകൽക്കാലം കൊയ്യുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. ദൈവ ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.